ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇന്ന് ഇവിടെ വരാൻ കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഏതായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് എസ്പെഷ്യലി സൺസ്ക്രീൻസ് നമ്മളിപ്പം പുറത്ത് പോകുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മൾ അങ്ങനെ പുറത്തിറങ്ങാറില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് മസ്റ്റാണ്. ഡെലിവറിക്ക് ശേഷമാണെങ്കിലും നമ്മളിപ്പം ഓഫീസിലൊക്കെ പോകാൻ തുടങ്ങിയ പിന്നെ സൺസ്ക്രീൻ അതും മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. ഈവൻ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴേ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്, ബട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പം എനിക്ക് എപ്പോഴും ഡൗട്ടാണ്, ഈ പ്രൊഡക്ട്സൊക്കെ നല്ലതാണോ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അപ്പം ഞാനും ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്ത് ഞാനും ഇരുന്നിട്ടുണ്ട്, ഏത് സൺസ്ക്രീൻ ആയിരിക്കും നല്ലത് അല്ലെങ്കിൽ ഏത് മോയ്സ്ചറൈസർ ആയിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം മുതൽ ഇന്ന് വരെ ഐ തിങ്ക് മോക്കിപ്പോൾ 2 ഇയേഴ്സായി. അപ്പോൾ എനിക്ക് 2 ഇയേഴ്സായിട്ട് ഞാൻ 4 സൺസ്ക്രീൻസാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെ തന്നെയും മിനറൽ സൺസ്ക്രീൻ ആയിരുന്നു. നമ്മൾ പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ മിനറൽ സൺസ്ക്രീൻ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കെമിക്കലാകുമ്പോൾ അത് അബ്സോർബ് ചെയ്യും, മിനറലാകുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് തന്നെ അത് സ്റ്റേ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് അന്വേഷിച്ച് പോയി. ആദ്യം ഞാൻ യൂസ് ചെയ്തത് വിൽവയുടെ സൺസ്ക്രീൻ ആയിരുന്നു. ഐ തിങ്ക് അത് ഒരു എന്താ പറയുക, എൻ്റെ സ്കിന്നിന് എനിക്കത് ഇഷ്ടമായില്ല. പക്ഷേ വിൽവയുടെ ഷാമ്പൂ കണ്ടീഷണറൊക്കെ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ സൺസ്ക്രീൻ എനിക്കിഷ്ടമായില്ല. അതിനുശേഷം ഞാൻ നമ്മുടെ എർത്ത് റിതത്തിൻ്റെ ഒരു സൺസ്ക്രീൻ വാങ്ങി. അത് ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത്, അത് കുഴപ്പമില്ല. പക്ഷേ സ്റ്റിൽ എൻ്റെ മുഖം അതൊരു ടാനായിട്ട് അല്ലെങ്കിൽ എനിക്കത്ര ഇഷ്ടമായില്ല. ഒരു ആവറേജ് പ്രൊഡക്റ്റാണത്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് ലാഷ് ഷീൽഡിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ. ഇതാണ് കേട്ടോ. ഇത് ഭയങ്കര നല്ലൊരു സൺസ്ക്രീനാണ് ലാഷ് ഷീൽഡിൻ്റെ. ഐ തിങ്ക് ഒരു 750 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇറ്റ്സ് വെരി ഗുഡ്. നമുക്കൊരു ഗ്ലോ തരുന്നുണ്ട്, നല്ലതുമാണ്. അതിനുശേഷം ഞാൻ പിന്നെ മോയ്സ്ചറൈസർ ചേഞ്ച് ചെയ്തു സെറ്റാഫിലോട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സൺസ്ക്രീൻ സെറ്റാഫിലിൻ്റെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കുക. ബിക്കോസ് ആ ഒരു ബ്രാൻഡ് എപ്പോഴും നല്ലൊരു ബ്രാൻഡായിട്ടാണ് കേട്ടിട്ടുള്ളത്. അപ്പം സെറ്റാഫിലിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ, ഇതും നല്ലൊരു സൺസ്ക്രീനാണ്. പ്രഗ്നൻസി സേഫാണ്, ബ്രസ്റ്റ് ഫീഡിങ് സേഫാണ്. ഇതെനിക്ക് തോന്നുന്നു 1000 അങ്ങനെ എന്തോ ആണ് റേഞ്ച് വരുന്നത് പ്രൈസ്. എനിക്കെന്തോ 980 അങ്ങനെ എന്തോ നൈക്കയിൽ ഓഫറിൽ കിട്ടുക. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.